കുടിക്കുന്ന ആളുകളിൽ എല്ലാവരും രോഗികളല്ല, ഒരു 20% ആളുകൾ ഈ പറഞ്ഞ രോഗികളായി മാറും. ഈ കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിസ്സഹായരായ അമ്മമാരുടെയും പെൺകുട്ടികളുടെയും ഗതികേടിൻ്റെ നിലവിളികളാണ് എന്നാണ് എനിക്ക് പറയുന്നത്. കുടി നിർത്താൻ ഒരുപാട് മാർഗ്ഗങ്ങളിലൂടെ കഴിയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 25 നോമ്പ്, 25 ദിവസം നിർത്തിയ ആളാണ്. പക്ഷെ അയാൾക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു മദ്യപനും ഇനി ഒറ്റയാണ് എന്നൊരു ചിന്ത ഒരു കുടുംബവും നൽകാൻ പാടില്ല, ഒരു ഇടവക സമൂഹം ഒരിക്കലും നൽകാൻ പാടില്ല. സ്നേഹത്തിനെതിരെ വരുന്നതെല്ലാം പാപമാണ്. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് വ്യക്തമാണ്, നമുക്ക് ആർക്കും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിപ്പിക്കുവാനുള്ള കടമയുള്ളയാളാണ്. ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു കുടുംബത്തിൽ ആ ഒരു അനുഭവം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഭാര്യയ്ക്ക് ലഭിക്കണമെങ്കിൽ ഭർത്താവ് തൻ്റെ കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. അത് ഭർത്താവിന് മാത്രമാകുന്നൊരു ആഹ്ലാദത്തിലേക്ക് ഒതുക്കി വയ്ക്കുമ്പോൾ ഭാര്യയും മക്കളും അനാഥരാവുകയാണ്. സ്നേഹം കിട്ടാതെ അനാഥരാകുന്നു. എത്രയോ മദ്യപന്മാരുടെ കുടുംബങ്ങളിൽ മക്കൾ സ്നേഹം തേടി അയൽ വീട്ടിലേക്ക് പോകുന്നു, ഭാര്യമാർ സ്നേഹം തേടി അയൽ വീട്ടിലേക്ക് പോകുന്നു, ഇല്ലേ? എത്ര മദ്യപന്മാരുടെ ഭാര്യമാർ ആ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരായിട്ട് കുടുംബങ്ങളിലുണ്ടെന്ന് എത്ര മദ്യപന്മാരായ ഭർത്താക്കന്മാർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് ഉറപ്പിക്കാൻ പറ്റും? സ്നേഹം തേടിപ്പോയിരിക്കും. ആ സ്നേഹക്കൂടാണ് കുടുംബം. ആ കുടുംബം സ്നേഹമാണ് എന്ന് നമ്മൾ പറയുമ്പം അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഭർത്താവിനാണ്. ആ സ്നേഹത്തിനെതിരെ എന്ത് ചെയ്താലും അത് പാപമാണ്. അതുകൊണ്ടുകൂടിയാണ് കത്തോലിക്ക സഭ മദ്യപാനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെയും സ്നേഹത്തെയും സുസ്ഥിരതയെയും മക്കളുടെ ഭാവിയെയും ഭാര്യയുടെ വിശ്വസ്തതയെയും കൂടി തകർക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് പാപമാണ് എന്ന് കർശനമായിട്ട് വ്യാഖ്യാനിക്കുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ചിന്തകൾ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദി ആ ഉത്തരവാദിത്വരഹിതമായ പ്രവൃത്തി ബോധപൂർവം ഏറ്റെടുക്കുന്നതിനെ നമ്മൾ എതിർക്കണം. ഓക്കെ, അതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞ് അയാളതിനൊരു അടിമയായി കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ഒരു കരുണ കാണിച്ച് അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഇതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൻ്റെ ഒരു കണ്ടന്റ്. അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗങ്ങളിൽ ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റും എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നു. ചേട്ടനൊന്ന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാവുന്നതാണ്. മദ്യവെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ബോധമുള്ളപ്പം ഭാര്യയും മക്കളും നല്ലത് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൂടി നിർത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അന്ന് വൈകിട്ട് കുടിക്കാതിരിക്കുമോ? അല്ല, അങ്ങനെയേ പറ്റുള്ളൂ. അങ്ങനെ വരുള്ളൂ. അതായത് ഭർത്താവിന് ബോധമുള്ള സമയത്ത് ആ ഒരു സ്നേഹവും കൂട്ടായ്മയും ഭർത്താവിന് അനുഭവിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? അങ്ങനെ എന്ത് തോന്നുന്നു? ഒരു മദ്യപാനിയെ സംബന്ധിച്ചോളം ഭാര്യയും മക്കളും ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ നീ നിൻ്റെ പണി നോക്ക്, ഞാൻ എൻ്റെ കാശ് കൊണ്ട് കുടിക്കുന്നു, അതിന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്നുണ്ട്, നീ വലിയ ഉപദേശമൊന്നും വരണ്ട, നിനക്ക് ഞാൻ അരി മേടിച്ച് തരുന്നുണ്ടല്ലോ, അതും കടിച്ചിട്ട് നീ മര്യാദയോടെ അവിടെ ഇരുന്നാൽ മതി. നഷ്ടമാക്കി മിണ്ടാൻ സമ്മതിക്കൊന്നുമില്ല. വേണ്ട, ഉപദേശം വേണ്ടെന്ന് പറഞ്ഞാൽ അത് മദ്യപാനിയുടെ ഒരു മനസ്സ്. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഈ കെട്ട് വിട്ട് കഴിയുമ്പം ചേട്ടൻ ഒരു കെട്ടിയോനായി മാറും, പിന്നെ ഒരു അപ്പനായി മാറും. ആ സമയത്ത് എന്ത് പറയും? ആ സമയത്ത് അയ്യോ ഇനി ഞാൻ കുടിക്കുകയല്ല എന്നും പറഞ്ഞ് മക്കളുടെ പേരിലും പിടിച്ച് ഓളുടെ പേരിലൊക്കെ പിടിച്ച് സത്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പോരുന്ന പോരില് ഒരു ശകലം കഴിച്ചിട്ടിങ്ങ് പോരാന്ന് വിചാരിച്ചു ശകലേ കഴിക്കുള്ളൂ ആദ്യം. അതെ, പിന്നെ കുറേശ്ശെ കൂടി ഒറ്റയടിക്ക് കൂടുന്നില്ല, കുറേശ്ശെ കൂടി വരുന്നു. പിന്നെ നിർത്തണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാകും. പിന്നെ അതിന്റെ വഴി അറിയത്തില്ലാണ്ട് പിന്നെ നിർത്താൻ അറിയത്തില്ലല്ലോ. നിർത്താൻ അറിയത്തില്ലാണ്ട് വരുമ്പോ പിന്നെ വീട്ടിലോട്ടുള്ള വഴി അറിയത്തില്ലാണ്ടാകും. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ആയി പോയി എങ്ങനെയെങ്കിലും ഒക്കെ ആയി പോകും. പിന്നെ ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ പിന്നെ നമ്മുടെ സന്തോഷ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡീഅഡിക്ഷൻ സെൻ്ററോ ആൽക്കഹോളിക് അനോണിമസിനെ പറ്റി ആരെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ കിടന്ന് ആ വഴിയൊന്ന് അന്വേഷിച്ച് നോക്കാം. ഒരു മദ്യപാനിയെ സംബന്ധിച്ചോളം നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ധ്യാനത്തിനൊക്കെ പോയി കുടി നിർത്തുകയും പിന്നെ കുറേ ദിവസം കുടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യും.
നേരത്തെ പറഞ്ഞ പോലെ ഈ നിർത്തിയ കുടി നിലനിർത്തി കൊണ്ടുപോകാൻ അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരും കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. നിർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, തുടങ്ങരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടാഗ്രഹവും കൂടെ നടക്കാതെ വരുമ്പോൾ രണ്ടും തീവണ്ടി കൂട്ടി ദേവസ്ചേട്ടൻ പറയുന്നതിനകത്തൊരു ചിന്തയുടെ തുടർച്ചയുണ്ട്. ഭംഗിയായിട്ട് സംസാരിച്ചു. ദേവസ്ചേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ നമ്മളുടെ പല സഭാ സമൂഹങ്ങളിലും ധാരാളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഒരു പരിധിവരെ ഡി അഡിക്ഷൻ സെൻറ്റർ പോലെ പ്രവർത്തിക്കുകയാണ്. ആത്മീയമായ ഇങ്ങനെ സന്തോഷ് സാറ് പറഞ്ഞ ആ ഒരു തുടർച്ച, ആത്മീയമായൊരു പിന്തുണ കുടുംബത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ മുരിങ്ങൂരേക്കൊക്കെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ ഇങ്ങനെയുള്ളവരെ വണ്ടിക്ക് അടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. എനിക്ക് എന്ത് തോന്നുന്നു അങ്ങനെയുള്ളൊരു ഇഫക്റ്റീവായിട്ട് വന്നിട്ടില്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ആത്മാർത്ഥ നമ്മുടെ കുടുംബത്തോട് നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താണല്ലോ കുടുംബം എന്ന് പറഞ്ഞില്ല. ആ കുടുംബത്തോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നമ്മൾ അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മൾ സ്വയം അങ്ങ് വിചാരിക്കുക ഈ മദ്യപാനം പരിപാടി നമുക്ക് വേണ്ട, നമുക്ക് ഭാര്യ നമ്മുടെ കുഞ്ഞുങ്ങളും പിന്നെ സമൂഹത്തിൽ നമുക്കൊരു വില കിട്ടണമെങ്കിൽ നമ്മൾ ഈ മദ്യപാനം ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വയം തീരുമാനിച്ചാൽ നമുക്ക് നിർത്താൻ സാധിക്കും. അതിന് നമ്മളൊരു ധ്യാന സെൻറ്ററിൽ പോകേണ്ട, ഒരു ധ്യാന സെൻറ്റർ ഒരിടത്തും പോകണ്ട, സ്വയം അങ്ങ് മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയായ സ്ഥിതിക്ക് ഒരാൾക്ക് സ്വയം തീരുമാനം രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കുടിച്ചെന്ന് വെച്ചാൽ ചില്ലറ കുടിയൊന്നുമല്ല, കുടിക്കുന്ന ആളെ എനിക്കറിയാം വർഷങ്ങളായിട്ട്. അത് ഒരു ലിറ്ററേലും ഇല്ലാണ്ട് ഒരു ദിവസം ചെയ്യാത്തൊരു കക്ഷിയുണ്ട്. ആ കക്ഷി വരെ ഇപ്പം 3 വർഷമായി തൊടുന്നില്ല, സ്വയം ഒരിടത്തും പോയതല്ല, ഒരു ധ്യാനത്തിനോ ഒരിടത്തും പോയിട്ടില്ല. പുള്ളി നിർത്തിയിട്ട് നല്ല സുഖമായിട്ട് നല്ല കുടുംബജീവിതം നയിച്ച് ഇപ്പം പോകുന്നു. ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തെ അത്രയ്ക്കും ശക്തമായ ഒരു ഉൾപ്രേരണ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് ഈ ആത്മീയമായിട്ട് കുടുംബത്തെ ശക്തമായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ബാക്കി വീട്ടിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സഹോദരൻ അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ സഹോദരൻ സ്വയം നിർത്തി പിന്മാറും. അങ്ങനെ പിന്മാറിയാന്ന് ഞങ്ങൾക്ക് 100% ഉണ്ട്, അറിയാം ഈ പറയുന്ന കക്ഷിയെക്കുറിച്ച്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു കുടിക്കുന്ന എല്ലാവരും രോഗികളല്ല, മദ്യാസക്തരല്ല, കുടിയന്മാരാണ്. പക്ഷേ കുടിക്കുന്നവരിൽ ഒരു 20% ആളുകളെ, നേരത്തെ 12 ആയിരുന്നു, ഇപ്പോൾ 20 ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 12 വയസ്സാണ് ഏറ്റവും കുടിക്ക് തുടങ്ങുന്നതല്ല, രോഗിയായി മാറുന്ന ഏറ്റവും ചെറിയ പ്രായം 12 വയസ്സാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കള്ളു കുടിച്ചതിന് പിടിച്ചതല്ല, ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കടത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കുടിക്കുന്ന എല്ലാവരും രോഗികളല്ല എന്ന ഭാഗം കൊണ്ട് ഒരാൾക്ക് നിർത്താൻ പറ്റി എന്നുള്ളത് കൊണ്ട് ഈ തരത്തിലുള്ളവർക്ക് നിർത്താൻ പറ്റില്ല. അവിടെയാണ് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റം. അവിടെയാണ് ഈ രോഗത്തിന്, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കാഴ്ചപ്പാടിൽ ഈ രോഗത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, അതായത് ക്ലർജീസിൻ്റെ മുമ്പിൽ അത് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോംബെ ആർച്ച് ബിഷപ്പായിരുന്ന വലേറിയം ഗ്രേഷ്യസ് പിതാവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ ബോംബെ ആർച്ച് ഡയസിൻ്റെ കീഴിലുള്ള എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും AA മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി കൽപ്പന ഇട്ടത് ബഹുമാനായ വലേറിയം ഗ്രേഷ്യസ് പിതാവാണ്. ഇന്നും ക്രിസ്ത്യൻ സമൂഹം ഒരുപാട് ഇത്തരത്തിൽ സഹായിക്കുന്നുണ്ട്. മിക്കവാറും AA മീറ്റിങ്ങുകൾ നടക്കുന്നത് സ്കൂളുകളോടും പള്ളിയോട് ചേർന്ന സ്ഥാപനങ്ങളോടും, പള്ളികളുടെ മാത്രമല്ല മുസ്ലിം സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ രോഗത്തിൻ്റെ ഭാഗം അറിയാവുന്നതുകൊണ്ട്. കുടി നിർത്തിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ഞാനും കൂടെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിർത്തി കാണിച്ചു തരാം. പിടിച്ചിട്ട് 4 എണ്ണം കൊടുത്ത് ദിവസവും വന്ന് ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുടി നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ സാർ അവിടുന്ന് മാറിയോ എന്ന് ചോദിച്ചു. മാറിയതാണ്. ഇപ്പോൾ ഒന്ന് പോയി നോക്കാവോ എന്ന് ചോദിച്ചു. വേണ്ട, അയാൾ തുടങ്ങിയെന്ന് പറഞ്ഞു. കാരണം ഇയാൾ ഈ പറഞ്ഞ ഡെയിലി ഒപ്പിടിയിക്കുന്ന ഒരു കാരണം കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പോയി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ഒപ്പിട്ടതാണ്. അപ്പോൾ വീണ്ടും കുടിക്കാനുള്ള ഈ കൊതിയെ, ഈ ക്രേവിങ്ങിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടി നിർത്താൻ പറ്റും, അത് രോഗിയായിക്കൊള്ളണമെന്നില്ല. രോഗിയുടെ പ്രശ്നം പിന്നെയും കുടിക്കാനുള്ള കൊതി, അയാളിൽ ഒരു ക്രേവിങ്, തലച്ചോറിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു കൊതി സ്വന്തം കുടുംബത്തോട് ഉള്ള ഉത്തരവാദിത്തമായിട്ട് പരിവർത്തനപ്പെടുത്താൻ കുടുംബത്തിലുള്ള ഭാര്യ, മക്കൾ, അവരുടെ ഒരു സ്നേഹം, ഒരാവേശമായി അയാളിൽ ഇങ്ങനെ കത്തി വരുമ്പോൾ ഇല്ലേ, ഭാര്യ മക്കൾ മാത്രമല്ല, ഈ സുബോധം വരുമ്പോഴേക്കും തനിക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റി അയാൾക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ കഥയിൽ വരെ അപ്പനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്വേഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അപ്പൻ നഷ്ടപ്പെട്ടിട്ടില്ല, വീട്ടിന് മുറ്റത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഓടിപ്പോയി അള്ളിപ്പിടിച്ച് കിടക്കുന്നത്. ഇത് എല്ലാ മദ്യപരുടെയും ഒരവസ്ഥയാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടാനുള്ള, ഇത് ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു കുടുംബത്തിലൊരു വൈദികനുണ്ടാകുന്ന ഒരു ദൈവവിളിയാണ്.
അതുപോലെ തന്നെ ഒരു ദൈവവിളിയായിട്ടാണ് ഞാനും ഇത് മനസ്സിലാക്കുന്നത്. കാരണം ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ദൈവവുമായിട്ട് ഒരുപാട് അടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ, അപ്പം അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ചിന്തിക്കുമ്പം നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളും മറ്റൊത്തിരിയേറെ സെൻറ്റേഴ്സും ഇതിന് ഒത്തിരിയേറെ സഹായം ചെയ്യുന്നുണ്ട്. അപ്പം ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളിൽ തുടർച്ച ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിന്റെ ശക്തമായ പിന്തുണ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ പറഞ്ഞില്ലേ ദൈവത്തോട് എനിക്ക് നല്ല പരിചയമുണ്ട്. ധ്യാനത്തിനൊക്കെ ഒരുപാട് പോയി, മാസത്തിൽ ഒരിക്കൽ ധ്യാനത്തിന് പോയി വന്ന് വീണ്ടും കുടിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. എന്നും പോക്കാ ധ്യാനത്തിന് കുടി നിർത്താൻ വേണ്ടി. പക്ഷേ ഒരു കാര്യമില്ല, സ്വന്തമായിട്ട് മനസ്സിലാക്കുകയും ദൈവവുമായി അടുക്കുകയും ചെയ്താലേ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ശരി തന്നെ. അപ്പം ഈ ദൈവവുമായിട്ട് അടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള അടുപ്പം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, ചേട്ടനെ ഒരു വ്യക്തിയായിട്ട് കരുതിക്കൊണ്ട് പറയുന്നു, ചേട്ടന് ആ അടുപ്പം അനുഭവിക്കാൻ കഴിയുന്നത് ചേട്ടൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണ് ഒന്നാമത്. ജീവിത പങ്കാളി ചേട്ടനോട് അടുക്കുന്നു, അപ്പം ദൈവത്തോട് അടുക്കുന്നു എന്നുള്ള ഫീൽ ഉണ്ടാകും. ചേട്ടൻ ദൈവത്തോട് അടുക്കുന്നു, മക്കൾ ചേട്ടനോട് അടുക്കുന്നു, ചേട്ടൻ ദൈവത്തോട് അടുക്കുന്നു എന്ന് ചേട്ടൻ തിരിച്ചറിയും. മക്കളും ജീവിത പങ്കാളിയും അടുത്തോട്ട് വരുന്നില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ ദൈവത്തോട് അടുക്കാൻ പറ്റും? അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുടുംബത്തിൽ നിന്ന് വലിയൊരു പിന്തുണ, ഭാര്യയായാലും മക്കളായാലും നല്ലൊരു പിന്തുണ വേണം. ആ പിന്തുണ സ്വീകരിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ടത്. അതൊരു രോഗിയെ സംബന്ധിച്ച് ആ പിന്തുണ സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ രണ്ട് വശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുസമൂഹത്തിൻ്റെ ഈ ഒരു ധാരണ മാറിയേ പറ്റൂ. കാരണം തനിച്ച് നിർത്താൻ പറ്റാത്ത ആളുകളുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടുക തന്നെ വേണം. രണ്ടാമത്, കുടുംബത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയൊന്നുമില്ല. ഞാൻ നിർത്തുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാനൊരു മനുഷ്യനായി മാറുമ്പോൾ അതിൻ്റെ നന്മ കുടുംബത്തിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തുന്നു. ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സാര ഒരു കാരണം, എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാരണം മതി ഞാൻ പോയി കുടിക്കാൻ. അപ്പം ഞാൻ കുടിച്ചിട്ട് വീണ്ടും ഈ അവസ്ഥയിലേക്ക് എഴുന്നേക്കാൻ വയ്യാതെ, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ, നാട്ടുകാരുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞ പരിഹാസ്യനും ചിരിക്കാനുള്ള കഥാപാത്രവുമായി മാറുന്നത് ഞാനാണ് എന്ന് ബോധ്യമാവുകയും എൻ്റെ ആവശ്യമാണ് ഇത് നിർത്തേണ്ടത്. ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടും പ്രത്യേകിച്ചും കൃത്യമായി കൊടുക്കുന്ന കാര്യം, എനിക്ക് വേണ്ടിയാണ് ഞാൻ കുടി നിർത്തുന്നത്. ഞാൻ കുടി നിർത്തുന്നത് കൊണ്ട്, കാരണം ഇതൊരു കുടുംബ രോഗമാണ്. അവരതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയാണ് അവർ അലനോൺ മീറ്റിങ്ങിൽ പോകുന്നത്. ഭർത്താവ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭാര്യ അലനോൺ മീറ്റിങ്ങിൽ പോകുന്നു. ഈ അലനോൺ മീറ്റിങ്ങിൽ പോകുന്നതിൻ്റെ കാരണം ഈ ഭർത്താവിനോടൊപ്പം എനിക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. മക്കൾ, മദ്യാസക്തരുടെ മക്കൾ എന്ന് പറയുന്നത് പകയോടെ വളർന്നു വരുന്നൊരു തലമുറയാണ്. എൻ്റെ എല്ലാ സ്വസ്ഥതയും സുഖവും നശിപ്പിച്ച ഒരു ആളാണ് ഈ നിൽക്കുന്നതെന്ന ഒരു വലിയ പകയോടെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിൽ അരിവാൾ. അതെ. അപ്പോൾ മനസ്സിൽ അരിവാൾ വെച്ചുകൊണ്ടാണ് ഈ മക്കള്. അലട്ടീനിൽ വരുന്ന കുട്ടിക്ക് ആ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇതിനേക്കാളും വലിയ കൊടുവാളും അരിവാളും ഒന്നിച്ച് വെച്ച കൊച്ചുങ്ങളാണ് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ അപ്പനും നാളെ മാറി ഇതുപോലെ ആകാമെന്നുള്ള വലിയൊരു എക്സ്പെക്ടേഷൻ കൊടുക്കുക. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ എന്നേക്കാൾ വലിയൊരു ശക്തി ആൽക്കഹോളിക്കായ പൊതു സ്വഭാവമാണ് ഒരഹംഭാവത്തിൻ്റെ ഭാവം. ആ അഹംഭാവം തന്നെ ഏറ്റവും ആദ്യം പൊളിച്ചെഴുതുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളത് ടൂൾസായിട്ട് പറയുന്നത് 12 പടികളാണ്, 12 സ്റ്റെപ്സ്. ഈ 12 പടികളെ വെച്ചുകൊണ്ട് റിക്കവറി ബൈബിൾ എന്നുള്ളൊരു ബൈബിൾ തന്നെയുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 സ്റ്റെപ്സാണ് ആ റിക്കവറി ബൈബിളിൽ മുഴുവൻ, എവിടെയൊക്കെയാണ് ബൈബിളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഗമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 12 പടികളിലെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണ് എന്ന് സ്വയം സമ്മതിക്കുക. വേറെ ആരുടെയും ഇമ്പോസിങ് ഇല്ല. മറ്റൊരുപാട് ആൾക്കാർ ഞാൻ കുടിയനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ സ്വയം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ആൻ ആൽക്കഹോളിക്. ഞാനാ സ്റ്റേറ്റ് ചെയ്യുന്നത്. എനിക്ക് ബോധ്യമാവുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ റിക്കവർ ചെയ്ത പലരിലും ഞാൻ കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഐ ആം ആൻ ആൽക്കഹോളിക് എന്നാണ് പറയുന്നത്, യു ആർ ആൻ ആൽക്കഹോളിക് എന്ന് പറയുന്നില്ല. അപ്പം ഞാനത് അംഗീകരിക്കുന്നു. രണ്ടാമതോ, ഇതിൻ്റെ മുമ്പിൽ ഞാൻ ശക്തിഹീനനാണ്, ബലഹീനനാണ്, മദ്യത്തെ നിയന്ത്രിച്ച് കുടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴാണ് എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. വീണ്ടും ഞാൻ എളിമയിലേക്കാണ് പോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് കടുത്ത സത്യസന്ധതയും എളിമയുമാണ് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളായി പറയുന്നത്. ഈ 2, അവനവനോട് സത്യസന്ധത, വേറെ നാട്ടുകാരോടല്ല, അവനവനോട് സത്യസന്ധനായിരിക്കുക. എന്നോട് ഞാൻ സത്യസന്ധനാണ്, പിന്നെ എനിക്ക് മറ്റുള്ളവരോട് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല, അത് വലിയ ഫിലോസഫിയാണ്, പോട്ടെ. രണ്ടാമത്, ഈ പറഞ്ഞ എളിമ, ഞാനാണ് വലുതെന്ന് ആലോചിച്ചാൽ എനിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മാറാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പരിഹാസ്യമായിട്ട് പറയുന്ന ആ സംഭവത്തെ ഞാനിന്ന് അംഗീകരിക്കുന്നു. ഞാനൊരു ആൽക്കഹോളിക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് മാറാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഈ കൂടെ നിൽക്കേണ്ടതുണ്ട്, ഒന്നിച്ചു പോകേണ്ടതുണ്ട്. ഒന്നിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് മറ്റൊരാളോട് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവുകയില്ല. എനിക്ക് പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് വായിൽ വെക്കണ്ട,
ബ്രഷ് കണ്ടാൽ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾ കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പോയിട്ട് ഒരു മീറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ആലോചിച്ചാലല്ലേ ഉള്ളൂ, ഞാൻ പല്ല് വെച്ച് തന്നെ ആഴ്ചകളായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബ്രഷ് വായിൽ വെച്ചതുകൊണ്ട് പല്ല് തേപ്പാവുന്നില്ല. ഇത് വെച്ച് വെക്കാൻ പറ്റില്ല, ഒരു ഫിസിക്കൽ പ്രശ്നമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയാതെ ഭാര്യ കുടിക്കാൻ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഈ ഭാര്യ തന്നെ തൊട്ടടുത്ത നിമിഷം തെറി കേൾക്കുന്നത്. മാർഗമില്ല. ആ അവസ്ഥയിലായ ആളോട് നിങ്ങളങ്ങ് നിർത്തിക്കോ, വിൽ പവർ മതി എന്ന് പറഞ്ഞാൽ വി ഹാവ് നോ വിൽ പവർ. മദ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പവർലെസ് ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ വിൽ പവർ ഒക്കെ നോക്കി കുടി നിർത്താൻ ഇയാൾക്ക് ആഗ്രഹമില്ല എന്ന് പൊതുസമൂഹം പറയും. ഒറ്റ മിനിറ്റ് കൂടെ ഞാൻ കൂട്ടിയെടുക്കുക. കാരണം മക്കളില്ലാതെ 8 വർഷം കഴിഞ്ഞ ആൾ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ തപ്പി കള്ളൻ കട്ടെടുക്കാൻ പോകുന്ന മാതിരിയെ പോയിട്ട് ആ ഒറ്റ പിടിക്ക് വയറിൻ്റെ മുകളിൽ കൈവച്ച് സത്യം ചെയ്തു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനീ പറയുന്നത്. ഈ സ്ത്രീ എന്നെ വിളിച്ചതാണ്, ഈ ആളും എന്നെ വിളിച്ചതാണ്. അയാൾ ഭാര്യയുടെ വയറിൻ്റെ മുകളിൽ തൊട്ടിട്ട് ഇനി ഞാൻ കുടിക്കാൻ സത്യം ചെയ്തു. ഭാര്യയ്ക്ക് അന്നേരം മുതൽ പ്രശ്നമായി. ഇനി ഇയാൾ കുടിച്ചാൽ പ്രാക്കാവുമല്ലോ, ശാപമാവുമല്ലോ, എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളത്. ഭർത്താവ് കുടിക്കുമോ എന്നുള്ളതല്ല ഭയം, എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളതാണ് ഭയം. അയാൾ അന്നും കുടിച്ചു, സാധാരണ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിച്ചു. ഇയാളിപ്പോൾ കുടിക്കുന്നില്ല, ഇപ്പോൾ അയാൾ ഏലുണ്ട്, എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അയാൾ ആ സത്യം ചെയ്തത് ഒരുപാട് ആലോചിച്ചിട്ടാണ്. ഐൻസ്റ്റീൻ തിയറി കണ്ടുപിടിച്ചതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഞാൻ കുടിക്കാതിരിക്കുമായിരിക്കും. ആ ആത്മാർത്ഥതയെ എവിടെ കാണിക്കാൻ പറ്റും? ഇത് ആരോട് പറഞ്ഞാൽ സമ്മതിക്കുക? സുഹൃത്ത് പറഞ്ഞതുപോലെ പറയും, വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അതിനോരോ നമ്പർ പറയാമെന്ന് പറയും. ഇയാളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാത്തൊരവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് മറ്റ് രക്ഷകരല്ല മനസ്സിലാക്കിയത്. ഈ പ്രശ്നം അനുഭവിച്ച ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് അയാൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഗർഭിണിയായ ഭാര്യയുടെ വയറെ കൈവച്ചില്ലാന്നേ ഉള്ളൂ. 2 മക്കളുടെ തലയെ കൈവച്ചിട്ട് ഭാര്യ പറഞ്ഞു 2 തേങ്ങ കൊണ്ട വെച്ചേക്ക് അതേ വെച്ചോ, കാരണം പെമ്പിള്ളേരെ മുടി പോകുമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്ക് ഓർമ്മയുണ്ട്. ദിവസവും 2 പെമ്മക്കളുടെ തലയെ കൈവച്ച് സത്യം ചെയ്യാണ്. ദിവസവും രാവിലെ 2 പെമ്മക്കളുടെ തലയെ കഴിച്ച് ഇന്ന് കുടിക്കലാന്ന്, എന്നും കുടിക്കുന്നുണ്ട്. അവസാനം 2 തേങ്ങ എടുത്ത് വെച്ചോ, പെമ്മക്കളുടെ തലയിലെ മുടി പോകുമെന്ന് പറഞ്ഞത് ഈ കൈവച്ച് സത്യം ചെയ്ത് ആത്മാർത്ഥമാണ്. ആത്മാർത്ഥത അളക്കാനുള്ള വസ്തുതയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് മറ്റൊരാൾക്ക് പറ്റി, എന്തുകൊണ്ട് ഇവൻ യെസ് വി കാൺട്ട്, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഭവത്തിന് വേണ്ടത് രോഗിയെ രോഗിയായി കാണുകയും മറ്റുള്ളവർക്ക് നിർത്താനുള്ള പ്രയോജനം കൊടുക്കുകയും ചെയ്യാം. ചികിത്സ ആവശ്യമുള്ള ചികിത്സയ്ക്ക് പോകാം. ഈ നേരത്തെ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളൊക്കെ സഹായകമാണ് കുടിയിൽ നിന്ന് മാറി നിർത്താൻ. കുടി നിർത്താൻ ഒരുപാട് ആളുകളുടെ ഉപദേശങ്ങളും പ്രേരണകളും ഒക്കെ സഹായകമായിട്ടുണ്ട്. പലരും പറയാറുണ്ട് ലോൺ അടച്ച് തന്നാൽ കുടി നിർത്തുന്നു, ലോൺ അടച്ചാൽ അന്ന് ലോൺ അടച്ചതിന് സന്തോഷം കൊണ്ട് കുടിച്ചു പോകും, അതാ പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന് ആ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൂടെ പോകുമ്പോൾ കുടിക്കുന്നില്ല. അവിടെ ഈ കൂട്ടായ്മ സപ്പോർട്ടാണ്. ആ സെയിം ബ്രീഡായ ആളുകൾ അവരൊന്നിച്ച് നിൽക്കുമ്പോൾ കുടിക്കുന്നില്ല. അവിടെ മൂപ്പളമ തർക്കം വരും, ആരാ വലുത് ചെറുതെന്ന് വരും, പിന്നെ പോക്കിൻ്റെ എണ്ണം കുറയും, പിന്നെ തീരെ പോകാണ്ടാവും, പിന്നെ കുടി തുടങ്ങും. അപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്യാൻ ഒരു നിബന്ധനകളും ഇല്ലാത്ത, ഒരു നിർബന്ധങ്ങളും ഇല്ലാത്തൊരു കൂട്ടായ്മ ആൽക്കഹോളിസം. ഇഷ്ടമുണ്ടേ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമില്ലേ വരണ്ട, ചോദ്യം ചെയ്യാൻ ആളില്ല, രജിസ്റ്റർ ഇല്ല, റെക്കോർഡ്സ് ഇല്ല. നിങ്ങളുടെ കഥ എനിക്കാളേറെ പ്രത്യേകത, നിങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും ഞങ്ങൾ പുറത്ത് പറയില്ല. എല്ലാവരും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് പോയി പരസ്യമാവുകയെന്ന് ഭയമുണ്ട്. AA മീറ്റിങ്ങിൽ ആ ചുമരിന് പുറത്തേക്ക് ഒരാളുടെയും കഥകൾ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് സഹായകമായി പോകുന്നത്. ഒരു കാര്യം സന്തോഷ് സാറേ, നിങ്ങൾ കുടി നിർത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളെ സമൂഹം എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. സമൂഹത്തെ ഞാൻ കണ്ട കാഴ്ചപ്പാടിലായിരുന്നു തെറ്റ്. കാരണം അവരെന്നെ കാണുന്നത് വേറൊരു വിധത്തിലാണെന്നൊക്കെ. ഞാൻ ഇപ്പം കഴിക്കുന്ന കാലത്തൊക്കെ പലപ്പോഴും ഒരാൾ നോക്കി ചിരിച്ചാൽ അതെന്താ അയാൾ ചിരിച്ചേ, ഇന്നലെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, ചിരിച്ചില്ലെങ്കിൽ അതെന്താ ചിരിക്കാത്തത്? കാരണം എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയിരുന്നത്. പക്ഷേ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ ശത്രുവായി കണ്ട ആളുകൾ പോലും വന്ന് എന്നോട് പറഞ്ഞത്, മോനെ ഇനി അതിലേക്ക് പോകണ്ട കേട്ടോ, ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്നാ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാ. തീർച്ചയായിട്ടും കുടി നിർത്തി നിലനിൽക്കാൻ ഒരാളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സോഷ്യൽ അക്സെപ്റ്റൻസ്. കുടുംബം പ്രത്യേകിച്ച് പുരോഹിതന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്, മുഖ്യധാരയിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ്. അപ്പം അച്ഛൻ എന്നെ വിളിച്ച് വർത്താനം പറഞ്ഞു, ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ച് ആ വർത്താനം പറഞ്ഞു. ചിരിയൊക്കെ ആ ഒരു സ്വകാര്യ അഹങ്കാരം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഉള്ള ആ ഒരു പ്രവണതയൊക്കെ ഉണ്ട്, ഇല്ലായികയല്ല. പിന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്, കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പലതും പറ്റുകയില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി ആയിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത്. ഏതാണെങ്കിലും ലോകം മുഴുവൻ അല്ലനോണെന്ന് പറഞ്ഞ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പരിഗണന. മറ്റൊന്ന് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞ ദൈവവിശ്വാസത്തെ പ്രത്യേക ഒരു മതത്തിൽ ഒതുക്കിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഉണ്ടാകുന്ന ഓരോ കൊച്ചു നേട്ടങ്ങളെയും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കണ്ണോട് കാണാൻ പറ്റുന്നു. മുമ്പ് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നേടിയതെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസമില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക്, ഒരാറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ചാണ്
എനിക്കിന്ന് മുമ്പോട്ട് പോകാൻ കിട്ടുന്ന ഏറ്റവും വലിയ ബലം. ഇവിടെ ഇപ്പം വളരെ നല്ല ഒരു ചിന്തയുടെ തുടർച്ചയിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മദ്യപിക്കുന്നവരുണ്ടാവാം, അവരുടെ ഭാര്യമാരുണ്ടാവാം, മക്കളുണ്ടാവാം. മദ്യത്തിന് അടിമയായി കഴിയുന്ന ഒരാസക്തൻ എന്ന ഒരു അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് അയാൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ആ ഒരു കൊതി, അത് അയാളുടെ ജീവിത പങ്കാളിയും മക്കളും മാത്രമല്ല, അയൽക്കാരും ബന്ധുക്കളും കൂടെ ഏറ്റെടുത്താൽ മാത്രമേ ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിലുള്ള ഒരു സാമൂഹികമായ ഒരു പിന്തുണയുടെ സുരക്ഷിതത്വം അയാൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എന്നെപ്പറ്റി ഉണ്ടായിരുന്ന സകല അഭിപ്രായവും നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ സൽപ്പേര് മുഴുവൻ പോയി, ഞാനൊരു കുടിയനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി സദാ മനസ്സിലേക്ക് വരുന്ന ആ ഒരു അഹങ്കാരത്തിൻ്റെ മറുപുറമുണ്ടല്ലോ, ആ ഒരു നിഷേധാത്മകമായ വികാരം, അതിന് പകരം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഈ മനുഷ്യനോട് ചേർന്ന് നിന്ന് പറയാൻ കഴിയുന്ന ഒരു സന്മനസ്സുകളുടെ കൂട്ടായ്മ എവിടെ ഉയരുന്നുണ്ടോ അവിടെ ആ ഒരു കൂട്ടായ്മയ്ക്കാവാം ഒരുപക്ഷെ നമ്മൾ എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ ഈ പറയുന്ന ഒരു തിരിച്ചുവരവിനുള്ളൊരു സാധ്യതയുടെ വാതിൽ തുറക്കുകയാണ്. ഒപ്പം നമ്മളുടെ ഈ ഒരു ചർച്ച വരുന്ന വഴി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചാവറപ്പിതാവ് വിഭാവനം ചെയ്ത സ്വർഗരാജ്യത്തിന് സമാനമായൊരു കുടുംബം എന്നുള്ളൊരു അനുഭവത്തിലേക്കാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പങ്കുവയ്പ് പോലെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പങ്കുവയ്പ് പോലെ പരസ്പരം നൽകിക്കൊണ്ടുള്ള ഒരവസ്ഥയെ, ഒരനുഭവത്തെയാണ് കുടുംബം എന്ന് ചാവറപ്പിതാവ് വിളിക്കുന്നത്. ഈ ഒരു അവസ്ഥയുടെ ഒരു ദൃശ്യാവിഷ്കാരമാകട്ടെ ഓരോ ക്രൈസ്തവ ഭവനവും, ഓരോ മനുഷ്യൻ, ഓരോ കുടുംബവും, ക്രൈസ്തവ കുടുംബം മാത്രമല്ലല്ലോ, എല്ലാ കുടുംബങ്ങളും അത്തരത്തിലുള്ള ഒരു പങ്കുവയ്പ്പിൻ്റെ, പരസ്പരം മനസ്സിലാക്കലിൻ്റെയും കാവലിരിക്കലിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചിന്തകളുടെ തുടർച്ച എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം വായിച്ചത്. മടിയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാവറപ്പിതാവ് മദ്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. പരസ്പരം ഈ ഒരു കാവലാകാനും കരുതലാകാനും ശ്രമിക്കുന്ന അപ്പനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാവുകയും നമ്മൾക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം മടി കൂടാതെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അപ്പന് ജോലിയുണ്ടാവും, അമ്മയ്ക്ക് ജോലിയുണ്ടാവും, മക്കൾക്ക് ജോലിയുണ്ടാവും. ആ ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ നിന്നുമാണ് ഒരു കുടുംബം ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഒരാളെയും നമുക്ക് ഒറ്റപ്പെടുത്തണ്ട. ഒരു മദ്യപനും ഇനി ഒറ്റയാണ് എന്നൊരു ചിന്ത ഒരു കുടുംബവും നൽകാൻ പാടില്ല. ഒരു ഇടവക സമൂഹം ഒരിക്കലും അത് നൽകാൻ പാടില്ല. ഒരു രൂപത അത് കൊടുക്കാൻ പാടില്ല. കത്തോലിക്ക സഭയുടെ ഒരു പൊതുധാരയിൽ നമ്മൾ ചിന്തിക്കുമ്പം അത് നമ്മുടെ അയൽവക്കക്കാരൻ ഇതര മതസ്ഥനായിട്ടുള്ള ഒരാളാവാം, എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമുണ്ട് ആ അയൽവക്കത്ത് എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു ജാതിഭേദമില്ലാത്ത ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഔന്നിത്യം ഇത്തരത്തിലൊരു ചർച്ച ഇന്ന് ചാവറപ്പിതാവിൻ്റെ ഈ വാക്കുകളിലൂടെ നമ്മൾക്ക് നൽകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ 150 വർഷങ്ങൾക്ക് ശേഷവും ഈ പുണ്യപിതാവിൻ്റെ വാക്കുകൾ ഇന്നും നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളെ മാത്രമല്ല പൊതുസമൂഹത്തെയും ഒന്നുപോലെ സ്വാധീനിക്കുന്നു എന്ന് ഒരുപക്ഷെ ശാലോം TV-യുടെ ഈ ഒരു ചാവരുൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് തിരിച്ചറിയുവാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെഷൻ സമാപിക്കുമ്പോൾ എല്ലാ മദ്യപന്മാരോടും, മദ്യപരായിട്ടുള്ള അപ്പന്മാരോടും എനിക്കൊരു ചിന്ത പങ്കുവയ്ക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ പറ്റി നല്ലത് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മക്കളുടെയല്ല, അത് ഇവരുടെ തന്നെയാണ്, അപ്പന്മാരുടെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയൊരു ചിന്ത. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ വത്സല പിതാവിനെ ഓർക്കുകയാണ്. 52ാമത്തെ വർഷമാണ് അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ദാമ്പത്യ ജീവിതം. ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന 15 വർഷക്കാലവും അതിനുശേഷവും ഒരിക്കലും അച്ചാച്ചൻ വീട്ടിലോ പുറത്തോ മദ്യപിച്ചിട്ടില്ല. ഞങ്ങളുടെ അപ്പനെപ്പറ്റി ഞങ്ങൾ പറയുമ്പം ഞങ്ങളുടെ അച്ചാച്ചൻ ഒരിക്കലും മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറയാൻ, ഒരു മദ്യപാനിയുടെ മകനല്ല, മദ്യപിക്കാത്ത ഒരാളുടെ മകനാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അഭിമാനം, ഒരു സന്തോഷം എന്ന് പറയുന്നത്
അത് അനുഭവിക്കുന്ന മക്കൾക്ക് മാത്രമേ അതിൻ്റെ സുഖം മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ മദ്യപിക്കാത്ത സഹോദരങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറയുന്നതും ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളോ ആരും മദ്യപിക്കാറില്ല. ആരും ഒരു വീട്ടിൽ ഒരു ഫംഗ്ഷനും മദ്യം വിളമ്പാറില്ല. ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ വിളമ്പാതിരുന്ന ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളുടെ പൗരോഹിത്യം എന്ന് ഞാൻ പറയും. മദ്യം ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് അച്ചാച്ചൻ മദ്യപാനിയായി ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല. അച്ചാച്ചൻ മദ്യപാനി ആകാതിരുന്നത് കൊണ്ട് ഞങ്ങൾ അച്ഛന്മാരായി എന്നുള്ളതാണ് സത്യം. അച്ചാച്ചൻ മദ്യപാനി ആകാതിരുന്നത് കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അനിയന്മാർ അവർ മദ്യം തൊടാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. പുകവലിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ മാത്രം അനുഭവമല്ല. ഇത് നമുക്കൊരു പാഠമായിട്ട്, ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് മാറ്റാം. പരസ്പരം നൽകേണ്ട ഒരു പ്രാർത്ഥന. ഇപ്പോൾ റോബിയച്ചൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സന്തോഷ് സാറ് പറഞ്ഞ പോലെ, ഇത് നമ്മുടെ സമൂഹം ഒരുമിച്ച് ജാഗ്രതയോടെ ഒരു കാവൽ, നമുക്ക് കൂവൽ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മദ്യപനെ എല്ലാവരും കൂവൽ നൽകിയാണ് അലങ്കരിക്കുന്നത്. നമുക്ക് ഒരു പ്രതിബോധ സംസ്കാരം, ഒരു പ്രതിബോധ സംസ്കാരത്തിൻ്റെ ഉണർത്തുപാട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂവലൊരു കാവലായി. അതെ, കൂവലിന് പകരം കാവൽ നൽകുന്ന, കാവലിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സംസ്കാരം ഇവിടെ ഉയർന്നാൽ നമുക്ക് ഈ പറയുന്ന കള്ളുഷാപ്പുകളുടെ മുമ്പിലുള്ള സമരങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു കാലം വരും. കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും. മക്കളുടെ അടുത്തും ഭാര്യമാരുടെ അടുത്തും കളിചിരി ഒച്ചകൾ മുഴങ്ങും. അപ്പോൾ മടിയിലിരുത്തി മക്കളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന മാതാപിതാക്കളുടെ ഒരു സ്നേഹവാത്സല്യത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ വളരട്ടെ. മദ്യപനായി പോയി എന്ന അപകർഷതാബോധവും ഉൾമുറിവും ആർക്കൊക്കെയുണ്ടോ അവരുടെ മുറിവുകൾ സുഖപ്പെടുത്താനും അവരെ ആശ്വസിപ്പിക്കാനും മനസ്സുള്ളവർ അവരുടെ അരികിലുണ്ട് എന്ന് സുബോധമുള്ള ഒരു നിമിഷത്തിലെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചത്തിൻ്റെ തുള്ളി ഊർന്നു വീഴട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ ഈ ഒരു പരിചിന്തനങ്ങളുടെ പ്രാർത്ഥനയാക്കി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമ്മേക്കാൾ ശക്തനായ ദൈവം, നമുക്ക് അശക്തമായ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാവൽക്കാരായി, അതെ, പരിഹരിക്കാൻ കഴിയാത്ത ഈ പ്രശ്നത്തിന് നമ്മേക്കാൾ ശക്തനായ ദൈവം പരിഹാരമായി, പ്രചോദനമായി നമ്മുടെ കൂടെ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വമായ കടപ്പാടറിയിച്ച്, പ്രത്യേകിച്ച് സന്തോഷ് സാറിൻ്റെ വളരെ ഗഹനമായ ഇൻപുട്ട് സെഷൻ, അത്ര അറിവ് നൽകിക്കൊണ്ടാണ് ലക്ഷക്കണക്കിന് ശാലോം TV പ്രേക്ഷകർക്ക് പ്രതീക്ഷയുടെ ഒരു തിരുനാളം തെളിച്ച സന്തോഷ് സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സഹപ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.